പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധി വേണ്ട. എജ്ജാതി പറ്റിക്കലാ പറ്റിക്കുന്നത്. എവിടുന്നൊക്കെ എത്ര പോലെ സ്ഥലത്തുനിന്ന് ആൾക്കാർ വരണത്, അവരൊക്കെ ഒന്ന് പരിഗണിക്കണ്ടേ. എജ്ജാതി ടീമാണ് ഇതൊക്കെ. അങ്ങനെ ഡൽഹി എത്തിയിട്ട് നമ്മൾ അവിടുന്ന് നേരെ മെട്രോക്ക് നടന്ന്, മെട്രോന്ന് നേരെ കാശ്മീരി ഗേറ്റാണ് എത്താനുള്ളത്. അവിടെയാണ് നമുക്ക് ഇനി ബസ് കയറാനുള്ളത്. അങ്ങനെ മെട്രോ ഒക്കെ പിടിച്ചിട്ട് നേരെ നമ്മളെ കാശ്മീരി ഗേറ്റിൽ അപ്പുറത്ത് അതാണ് മുതലാളി. നൈസായിട്ട് റൊട്ടി കഴിച്ചതിന്റെ ശേഷം നമ്മൾ വെയിറ്റ്. ഇവിടുത്തെ റൊട്ടി നമ്മളവിടുത്തെ റൊട്ടിയാ പോലെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ചെയ്ത വോൾവ് എത്തി മണാലിക്കുള്ള. അങ്ങനെ അത് കയറി കുറച്ച് യാത്രകൾ ശേഷം, കുറച്ച് മണിക്കൂർ ശേഷം നമ്മൾ ചായ അടിക്കാൻ ഈ ദാബെ ഹോട്ടലാണ് ഇവിടെ എത്തിയത്. ഇവിടെ ചായക്ക് 50 രൂപ ചാർജ് ചെയ്യുന്നത്. കൂടാതെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോക്കറ്റ് കാലവും കീറിപ്പോവും. അജ്ജതി പറ്റിക്കല അവർ പറ്റിക്കണത്. മുന്നേ അനുഭവം ഉണ്ടായതുകൊണ്ട് പറ്റിക്കപ്പെടാതിരിക്കുക എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചായയിലൊതുക്കി നേരെ വണ്ടി കയറി. ഇത് വൺ ടൈം യൂസ് ആണ്. ഇത് എവിടെ വെക്കാന്ന് ഇങ്ങനെ ചെന്ന് ആലോചിച്ചടക്കിയിരുന്നു. നേരെ അപ്പൊ എന്ത് ചെയ്യണം? നേരെ കൊണ്ട് കച്ചറ കിട്ടുക. വിറക്കുണ്ടല്ലേ? ഗുലാബ് ജാമുൻ കാണിച്ചിട്ട്. ഗുലാബ് ജാമുൻ രണ്ട് പീസിന് 60 റുപ്യ, ഒരു ചായക്ക് 50 റുപ്യ. 60 റുപ്യന്റെ ഗുലാബ് ജാമുൻ. അത് തണുപ്പത്ത് ഗുലാബ് ജാമുൻ. ഇതിന്റെ കുട്ടൻസാണ് മനസ്സിലാവാറ്. നേരെ വണ്ടി കയറിയിരുന്നത്. നേരെ പിന്നെ കാണുന്നത് രാവിലെ നല്ല മണാലിത്തെ മലകളും ആ ഒരു നഗരവും പിന്നെ പതുക്കെ തണുപ്പ് ഇങ്ങനെ മേത്തേക്ക് അടിച്ച് കയറിയപ്പോണ്ടല്ലോ. ഇതൊക്കെ കൂടി കിട്ടിയിട്ട് ആണ് നമ്മൾ രാവിലെ എണീക്കുന്നത്. എൻ്റെ മക്കളെ വേറെ ലെവല്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം രാവിലെ തന്നെ നല്ല ചൂട് നൂഡിൽസും കൂടി കിട്ടിയപ്പോണ്ടല്ലോ ഉഷാറ്. അപ്പോൾ പാർട്ട് 4 വെയിറ്റ് ചെയ്യുക. ദ വീഡിയോ ബൈ കിസ.